ഈ ഒരു പോയിന്റ് വരെ നമ്മുടെ ജീപ്പ് വരുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ഫോറസ്റ്റുകാരുടെ കൂടെ നടന്നു പോകേണ്ടത്. ഇതിന്റെ എൻഡിയിൽ നമ്മൾ ഇത്രയും കയറി വന്നേക്കണേ. ഇതിന്റെ ഉള്ളിൽ ഫുള്ള് നമ്മൾ കേവിലൂടെയാണ് വന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സയൻസ് വീഡിയോസ്. ഞങ്ങളിപ്പോൾ ഇവിടെ വട്ടവടയുള്ള യൂക്കാലിയ ഗ്ലാംസിലാണുള്ളത്. ഇവിടുത്തെ റൂം ടൂർ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് ഇവർ തന്നെ 2 പ്ലാൻസ് പറഞ്ഞു തന്നു. ഒന്ന്, ഇവർ തന്നെ ജീപ്പ് അറേഞ്ച് ചെയ്തിട്ട് നമ്മളെ ചിലന്തിയാർ വാട്ടർഫാൾസും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു കേവ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ പേരെ ഞങ്ങൾ ചോദിക്കാൻ പോയില്ല, പക്ഷേ ഞങ്ങൾ കേട്ടോണ്ട് യെസ് പറഞ്ഞു. സോ ഒന്നാമത്തെ പ്ലാൻ ഇതാണ്. രണ്ടാമത്തെ പ്ലാൻ ഇവിടെ ഫോറസ്റ്റുകാരുടെ കൂടെ ചെറിയൊരു ട്രെക്കിംഗ് പോലെ എന്തോ ഒരു ആക്ടിവിറ്റി, അതിൻ്റെയും കറക്റ്റ് ഡീറ്റെയിൽസ് ഞങ്ങൾ ചോദിച്ചില്ല. പക്ഷേ ഒരു എന്താ പറയുക, ഒരു പാറപ്പുറം പോലത്തെ സ്ഥലത്ത് കൊണ്ടുപോകുന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത്. സോ ആ 2 ആക്ടിവിറ്റീസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളിപ്പോഴും പറയാം സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ വരാം. ജസ്റ്റ് ചിലർ ബാച്ചിലേഴ്സ് ഒക്കെ കയറി വരുന്നുണ്ട്, റെന്റിന് വണ്ടി എടുക്കുന്നവരൊക്കെ. സ്വന്തം റിസ്കിൽ വന്നെങ്കിൽ നമ്മളിപ്പോഴും തടസ്സപ്പെടുത്തുന്നില്ല. സ്വന്തം റിസ്ക് ആയിരിക്കണം. ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ കയറി വരുമ്പോൾ നമ്മൾ ജീപ്പ് ഇറങ്ങി പോകുമ്പോൾ വണ്ടി നിർത്തിയെടുക്കുമ്പോൾ ക്ലച്ച് കരിയും കാറിൻ്റെയൊക്കെ. ജീപ്പിനാകുമ്പോൾ പിന്നെയും കുറച്ചും കൂടി ക്ലച്ച് നല്ലോണം കേബിൾ ആയതുകൊണ്ട് നിൽക്കും. ചിലന്തിയാർ വാട്ടർഫാൾസിലെത്തി. താഴെ കാണാനുണ്ട് കേട്ടോ, വീഡിയോയിൽ ക്ലിയർ അല്ല അവിടെ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തേക്കാണ് കണ്ടിരുന്നത്. ഇപ്പോൾ വന്നിട്ട് റെഗുലർ ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഇപ്പോൾ കാണാറില്ല. നമ്മൾ ഈ കഴിഞ്ഞ് പോകുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കാട്ടുപോട്ട് എല്ലാം കാണാം. അതായത് ഫോറസ്റ്റുകാരും ഉണ്ടാവുന്നതാണ് നമ്മളതിലേക്ക് കയറുന്ന വഴി തൊട്ട് തന്നെ കാണാൻ പറ്റും. വഴിയൊക്കെ സൂപ്പറാണ്. ഇവിടുന്ന് അത് കൂടെ അല്ലേ കയറാൻ? അടിപൊളി. നടക്കല്ല, ആ വാട്ടർഫാൾസ് ക്രോസ് ചെയ്ത് ഞാൻ നേരത്തെ കാണിച്ച വഴിയില്ലേ, അത് കുറച്ചുകൂടി നീളത്തിന് മേലേക്ക് ഇറങ്ങി കയറണം. നമ്മൾ കേസ് കയറാൻ പോവാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് മേലെ കൂടെ പുറത്ത് വരും. അടിപൊളി. ഈ കേവ്സിന് വേറെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഇതിലിപ്പോ ടൈഗർ കേവ് എന്നാണ് നേരത്തെ ടൈഗർ ഉണ്ടായ രീതിക്കുള്ള കാര്യങ്ങൾ അറിയപ്പെടുന്നത്. കണ്ടുള്ള പണ്ട് തൊട്ടുള്ള കേൾവിയാണ് ഇതൊക്കെ. നമുക്ക് ഇതിലേക്ക് പോകുമ്പോ ഫ്ലാഷ് അടിക്കണം. ഓക്കെ ഓക്കെ, എന്റെ ഫോൺ എടുക്കാം ഫ്ലാഷ് അടിക്കാൻ. രുദ്രാക്ഷോ? ആ ഇതല്ലേ, ഞങ്ങളുടെ അവിടെ അമ്പലത്തിലുണ്ടായിരുന്നു. ഏതാ മരം? ഈ വലുതോ? രുദ്രാക്ഷ. ഓ ദാ ഇവിടെയൊക്കെ. രാവിലെ വരുമ്പോഴാണ് പ്രശ്നം. രാവിലെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കോലും ഒച്ചയൊക്കെ ഉണ്ടാക്കി തരും. എന്തെങ്കിലും ജന്തുക്കൾ ഉണ്ടാവോ? രാവിലെ ആദ്യം വന്നവരെ ചുമ്മാ വടിയും കൊണ്ട് അടിച്ചിട്ടൊക്കെ ആയിരിക്കും വന്നെ. ഓ ഈശ്വര, നമ്മൾ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. തലയൊക്കെ നോക്കണം. ഇതിന്റെ ഉള്ളിൽ കുറച്ചെടുക്കണല്ലേ. ഇവിടുന്ന് കയറി പോവാ, എന്നാലും ചുടുവിന് ഇവിടെ നിൽക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും.
എൻ്റെ അമ്മോ, ഇവിടെ അങ്ങോട്ട് കയറണം. ആ ഇടയിൽ കൂടെ വന്ന് ആ ഇടയിൽ കൂടെ ഏത് കൂടെ വന്നേനെ മനസ്സിലാവണ്ട. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സ്ഥലത്ത് കൂടെ വന്ന് എൻ്റെ അമ്മോ, ഇങ്ങനെ ക്രോസ് ചെയ്യാൻ ഭയങ്കര ടാസ്ക്. ഇത് കൂടെ ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്യാം. അല്ല ഓക്കെ ഓക്കെ പോക്കോ ഏത് കൂടെയൊക്കെ കൊണ്ടുവിടണേ. ഓ താഴെയാണ് നമ്മൾ വന്നേക്കണേ. അവിടുന്ന് നമ്മൾ വന്നേ. ഇതിന്റെ എൻഡിയിൽ നമ്മൾ ഇത്രയും കയറി വന്നേക്കണേ. ഇതിന്റെ ഉള്ളിൽ ഫുള്ള് നമ്മള് കേവിലൂടെയാണ് വന്നത്. നമുക്ക് അതിന്റെ ദൂരം നമുക്ക് അറിയാൻ മേളിൽ വന്നാലും നമുക്ക് ദൂരം മനസ്സിലാവും. ശരിക്കും ഇത്ര കയറി നമുക്ക് വിശ്വാസം ഇല്ലല്ല. ഇനി എങ്ങനെ തിരിച്ചിറങ്ങാ? ചോട്ടേട്ടാ, എനിക്ക് ഇവിടുന്ന് തിരിയാനേ പേടിയുള്ളൂ. ഇതെന്തെങ്കിലും പ്രത്യേക ടൈപ്പ് മരം വല്ലതാണോ? വേരുകളാണോ അതിന്റെ? പാമ്പാടും ഷോലയിൽ പോയി. അവിടെ മറ്റേ ടൈഗറിന്റെ ഇതൊക്കെ കണ്ടു, കാൽപ്പാടൊക്കെ കണ്ടു. ആ അതെ. അതെ അതെ. വലിയൊരു ഗുഹ, ഇതൊക്കെ അതിൻ്റെ പാർട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിലന്തിയാർ വാട്ടർഫാൾസും പിന്നെ ടൈഗർ കേവ്സ്, പേരതാണ് ടൈഗർ കേവ്സ്, അത് രണ്ടും കഴിഞ്ഞു. ഇനി നമ്മൾ ഫോറസ്റ്റുകാരുടെ കൂടെയുള്ള ഒരു ട്രക്കിങ്ങിക്ക് പോവാണ്. ആനമുടി അല്ലേ സ്ഥലം പേര് പറഞ്ഞേ? ഇനി പോണേ ആനമുടി പോവാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരുമില്ല, നമ്മളിതൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയിരുന്നത്. ഈ സൈഡിൽ കൂടെയാണോ മറിയൂർ? ഓ ശരി. ആനമുടിയിൽ ഹോം സ്റ്റേ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓരോ ആവശ്യത്തിനും അവർ ഈ ഇറക്കം മൊത്തം ഇറങ്ങി വരണ്ടേ? അതോ അവിടെ തന്നെ കുറേ സമയം സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ടോ? അല്ല, ബാക്കി സ്ഥലങ്ങളൊക്കെ കണ്ടേ, ഇപ്പൊ താഴത്തെ തോട്ടം കാര്യങ്ങള് ഇവിടെ ഇട്ട് കഴിഞ്ഞാലാ അത് നിങ്ങള് ചിലപ്പോ ജീപ്പ് എടുത്താണ് പോണെങ്കിൽ നമ്മൾ അവിടേക്ക് എടുക്കുന്ന ഓട്ടങ്ങളൊക്കെ നമുക്ക് 2-3 നമ്മളെ കുറച്ച് ബുക്കിംഗ് ഒക്കെ അവിടെ ഉണ്ട്. അവർ നേരത്തെ ഓൺലൈനിൽ റൂം ബുക്ക് ചെയ്യും, നമുക്ക് വിന്റർസോണിൽ വിളിച്ചിട്ട് ഡ്രോപ്പ് പിക്കപ്പ് പറയും. നമ്മൾ റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പർ സൈഡിൽ വന്നിട്ട് കാണിച്ചോണ്ട് തന്നെ അപ്പർ സൈഡിൽ നിന്ന് കൊണ്ടുവന്ന് മേളിൽ കൊണ്ടുവിടും. എന്നിട്ട് നമ്മൾ റിട്ടേൺ പോകും. പിറ്റേ ദിവസം എടുക്കുമ്പോൾ എടുത്തിട്ട് ഇപ്പഴത്തേക്ക് കൂടി കറക്കിക്കൊണ്ട് റിട്ടേൺ കാറിന് അവിടെ കൊണ്ടുവിടും. അപ്പൊ അവർക്കൂടെ സൈറ്റ് സീനും ആയി, വേണ്ട ഡ്രോപ്പും ആയി. നമ്മളങ്ങനെയാണ് ഇതുവരെ ചെയ്തോണ്ടിരിക്കണേ. നമ്മൾ ഇന്നലെ ജീപ്പ് റൈഡ് വന്നപ്പോ ആ പാറേന്റെ അപ്പുറത്താണോ ചോട്ടേട്ടാ നിന്നുണ്ടാവുക? അപ്പുറത്തെ സൈഡിലാവോ? അല്ലല്ലോ. അല്ല, ഈ ടവർ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവിടെ നിന്നാ കാണാൻ തോന്നുന്നു. നമ്മള് ഇതിനും മേളിലേക്കാണ് ഇപ്പൊ പോകേണ്ടത്. നമ്മള് ഒരു ഇതുവരെ ഉണ്ടാവുള്ളൂ, നമ്മൾ ഇതിനും മേളിലേക്ക് പോകണം, ഈ മലയുടെ മേളിലേക്കാണ്. ഇതേ എത്ര ഉയരത്തിലാ? സ്ഥലസൗകര്യം ഇവിടെ ഇതാണ് വ്യൂ പോയിന്റ്. ഇതിനും മേളിലേക്കാണ്. അതെ. ഈ ഭാഗത്തൊക്കെ ഫുൾ കോട വന്നുല്ലേ? ഞങ്ങൾ വന്നു. അതേ ഞാൻ പറഞ്ഞ നമ്മൾ ആ നേരത്തെ കണ്ടില്ലേ പാറ, അതിന്റെ ഇപ്പുറം വരെ നമ്മൾ വന്നു.
ഇവിടെ നമ്മൾ നല്ല ഡ്രോണൊക്കെ പറത്തിയില്ലേ, ആ സൈഡാണിത്. ആ, ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള സ്ഥലത്തേക്കാണ് ഇപ്പം നമ്മൾ പോണേ. ഇത് നമ്മൾ പാമ്പാടും ശോലയിലൊക്കെ വന്ന പോലെ ഒരു നല്ല കാടിൻ്റെ ഉള്ളിലാ. ഒന്നും കാണത്തില്ല. സിമെന്റിൽ തന്നെ ടയർ പിടിച്ചു പോണം. സെന്ററിൽ പോയി കഴിഞ്ഞാൽ വണ്ടി അടിതട്ടോ അങ്ങനെ ചെയ്യും. പെട്ടെന്ന് ഈ വളമൊക്കെ വളയ്ക്കുമ്പോഴല്ലോ ചിലപ്പോ സൈഡ് പിടിക്കും. ഈ കയറ്റനുണ്ടോ? ഈ കയറ്റത്തെ കുറച്ച് കാല് കൊടുത്ത് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ പാടുള്ള പരിപാടിയാണ്. മാക്സിമം ഈ ഭാഗത്തൊന്നും നമ്മളെ വണ്ടിയും കൊണ്ട് വരാതിരിക്കുക. ആനമുടി എത്തി. ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കരാണ്. ഇത് ഈ ഫോണിലൊന്നും കാണിക്കാനേ പറ്റില്ല എന്ന് തോന്നുന്നു വട്ടവടേൻ്റെ ഒരു ഭംഗി. എന്ത് രസാ. ബാക്ക് ക്യാമിൽ കാണിച്ചേ. എന്ത് രസമായി സ്ഥലം. ഫുൾ കോട മൂടിയിട്ട്. ഈ ഒരു പോയിന്റ് വരെ നമ്മുടെ ജീപ്പ് വരുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ഫോറസ്റ്റുകാരുടെ കൂടെ നടന്നു പോകേണ്ടത്. ഞങ്ങൾക്കൊരു വൻ നഷ്ടമായി. ഇവിടെ 5 മണി വരെയുള്ളൂ ട്രെക്കിംഗ് അലൗഡ്. ഞങ്ങൾ വന്നപ്പോൾ സമയം 5:05. എന്താ വെച്ചാൽ ഞങ്ങൾ വരുന്ന വഴിയിൽ ഞങ്ങൾ ആക്ച്വലി ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. അറിയണ്ടായിരുന്നില്ല ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന്. പിന്നെ വരുന്ന വഴിയിലാണെങ്കിൽ നമ്മുടെ മുന്നിലൊരു 2 പേര് കാറും കൊണ്ട് വരുന്നുണ്ടായിരുന്നു. ആ കാറ് ഈ കയറ്റം കയറണേ ഇല്ല. അതുകൊണ്ട് ഞങ്ങളും അതിൻ്റെ ബാക്കിൽ കുടുങ്ങിപ്പോയി. സോ നമ്മുടെ വണ്ടിയും കൊണ്ട് വരാതിരിക്കുക. ഇപ്പോൾ ഇതിൻ്റെ മേലേക്കൊക്കെ സ്റ്റേ ആണ്. പക്ഷേ ഇങ്ങോട്ടൊക്കെ വരുന്നവർക്ക് താഴത്തുനിന്നേ ഇവർ ജീപ്പ് അറിയും. ജീപ്പിൽ വരുന്നതാണ് ഏറ്റവും സേഫ്. നമ്മുടെ വണ്ടിയും കൊണ്ട് വന്നാൽ നമ്മൾ കുടുങ്ങിപ്പോകും. ഭയങ്കര റിസ്ക്കുമാണ്. ഇതിപ്പോൾ ആക്ച്വലി ട്രക്കിംഗ് പറഞ്ഞിരുന്നത് ഈ ഒരു സൈഡിൽ കൂടെ കയറിയിട്ട് അത് ഫുൾ കവർ ചെയ്ത് തിരിച്ചു വരാമെന്നാണ് പറഞ്ഞിരുന്നത്. 3 കിലോമീറ്റർ 2 മണിക്കൂറൊക്കെ എടുത്തിട്ടല്ലേ. അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് മിസ്സായിപ്പോയി. ഭയങ്കര നഷ്ടമായിപ്പോയി. ഞങ്ങൾ എത്ര കയറിയാൽ വന്നറിയാം. എത്രയോ ടോപ്പിലപ്പം എത്തിയിട്ടില്ലേ. പക്ഷെ അത് മിസ്സായിപ്പോയി. അതുകൊണ്ട് വരുമ്പോൾ എല്ലാവരും ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരാം. എന്തായാലും എനിക്ക് വിഷമം വരാം. എന്തായാലും കുറച്ച് സമയം ഇത് കൂടെ ഒക്കെ നടക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ടൈമിൻ്റെ മുമ്പ് എങ്ങനെയും എത്താൻ ട്രൈ ചെയ്യുക. കാരണം ഇതൊരു ഭയങ്കര നഷ്ടമാണ്. നമ്മൾ എത്ര കയറിയിട്ട് അറിയോ. ഓക്കെ, നമ്മൾ വന്ന വഴിയൊക്കെ സൂപ്പറാണ്. അതൊരു ഇത് തന്നെയാണ്. സ്റ്റിൽ ഇവിടം വരെ വന്നിട്ട് ബാക്കി പോകാൻ പറ്റാത്ത അവസ്ഥ ഒരു ഭയങ്കര വിഷമമല്ല. എന്ന് വെച്ചാൽ ആനിമൽസിൻ്റെ ശല്യം എന്നുള്ളതിനെക്കാട്ടിലും 5 മണി ഗവൺമെൻറ് റൂൾ പ്രകാരം 5 മണി വരെ നമുക്കിവിടെ അലൗഡുള്ളൂ. സോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് ഇവരുടെ തലയിലാവും എന്നുള്ളതുകൊണ്ട് നമ്മളെത്ര ട്രൈ ചെയ്താലും നമ്മളെ ഇവർ കൊണ്ടുപോകില്ല. എന്തായാലും ഞങ്ങളിനി ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടിട്ട് പോവും. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ച് വിഷമത്തോടെ ഇന്ന് ബൈ ബൈ പറയണു. ഞങ്ങളുടെ വട്ടവടയിലുള്ള ലാസ്റ്റ് ഡേ ആണിത്. നാളെ മോർണിംഗ് പോവുക വേണം. സോ ഇനി ഇവിടെ ഒരു ചാൻസ് കിട്ടുമോ എന്നുള്ളത് അറിയില്ല. സോ വിഷമത്തോടെ ഗുഡ് ബൈ. ആനയുടെ വഴിയാ? ഇല്ല ഇല്ല, നമ്മളതിനെ പോയി കഴിഞ്ഞാൽ തീരും. നമ്മളീ കടവ് വളയണം. ആന കൂട്ടാണ് പോണെങ്കിൽ ഇവിടുത്തെ ആനകളൊക്കെ ചില സമയത്ത് റോഡിലേക്ക് ഇറങ്ങി പോകും. അത് ബാക്കി സ്ഥലമാണെങ്കിൽ നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഫുള്ള് കാടാണ്. ഇത് ഫുള്ള് അതിന്റെ സ്ഥലമല്ലേ. അല്ല, ഇപ്പൊ ആന ഇറങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെയാണോ നമ്മൾ പോകേണ്ടത്? ആന ഇതിന്റെ അപ്പുറത്താണ്. ഓ ശരി. സാറ് പറഞ്ഞാൽ മതി.
ആ ബ്രസ് ക്ലച്ച് ഫുള്ള് പോയിന്ന്. ഓ ആണോ? അതുകൊണ്ട് അവർ അവിടെ പോയി ഒതുക്കിയിട്ട് ആ 2 ഫോറസ്റ്റിൽ നിന്ന് 2 ചേട്ടന്മാര് ഒന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടി വന്നായിരുന്നേ. കാറുകാരൻ പറഞ്ഞു ഇല്ല കേട്ടോ എന്റെ വണ്ടിയുടെ ക്ലച്ച് കുറഞ്ഞോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ക്ലച്ച് ഇപ്പോൾ ഉള്ള ക്ലച്ച് വെച്ച് നമ്മൾ എത്തിക്കണം, മൂന്നാറിൽ എത്തിക്കണം. ഫുള്ളും ക്ലച്ച് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പണി, ഇവിടെ ജീപ്പിന്റെ ഒക്കെയാണ് ഈ പണി. ഇത് കാറിന്റെ ഒക്കെ ഇവിടെ വലിയ രീതിക്ക് പണിയെത്തൊന്നുമില്ലായിരുന്നു. അതാണ് വിഷയം.